ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മയും ഗീതുവും വരുണും കൂടെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഗീതുവിൻ്റെ സംസാരത്തിൽ എന്തോ ഗീതുവിന് ഇവർ ചെയ്തു കൊടുക്കണം എന്നൊരു ആവശ്യം രാധികാമ്മയ്ക്ക് തോന്നും. അപ്പം ഗീതുവിനോട് പറയുന്നു, നിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയുന്നു. ആ വീഡിയോ എങ്ങനെയാണെങ്കിലും ഗോവിന്ദനെ കാണിക്കരുത് എന്നുള്ള രീതിയിലാട്ടോ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. വരുണിൻ്റെ കയ്യിൽ നിന്നല്ല, പക്ഷേ ആ വരുണെടുത്ത വീഡിയോയാണ് ഗീതുവിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ പറയുന്നുണ്ട്, ആ പൈസ ഞങ്ങൾ വരുണിന് കൊടുക്കാനിരുന്നതാണ്, ആ പൈസ ഇനി നിനക്ക് തരാം, നിനക്ക് എത്രയാണെന്ന് വെച്ചാൽ തരാം, നീ എത്ര വേണോ എന്ന് വെച്ചാൽ പറയാനായിട്ട് രാധികാമ്മയും വരുണിനോട് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് പറയാണ്. അപ്പോഴത്തേക്കും ഗീതു പറയും, നിങ്ങൾക്ക് നാണമില്ല, എൻ്റെ ഭർത്താവിൻ്റെ പൈസ തന്നെ മോഷ്ടിച്ച് നിങ്ങൾ എനിക്ക് കൈക്കൂലിയായിട്ട് തരാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രാധികാമ്മയ്ക്കും വരുണിനും ആകെപ്പാടെ ഒരു നാണക്കേടാവുക കേട്ടോ. അതിന് ശേഷം അവർ ഒന്നും ഇങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ വരുണിനാണ്. വരുണും രാധികാമ്മയും കിഷോറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കിഷോർ ആ വീഡിയോ കൊടുത്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴേയും എനിക്കറിയില്ല വീഡിയോ കൊടുത്ത കാര്യം, അതെൻ്റെ വൈഫായിട്ടായിരിക്കും, ഭാര്യയായിട്ട് കൊടുത്തതായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഗോവിന്ദ് സാർ അത് കണ്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കും, ഗോവിന്ദ് സാർ കണ്ടില്ല എന്ന് നിനക്ക് എങ്ങനെ ഇത്ര ഉറപ്പമെന്ന് പറയും. അങ്ങനെ ഗോവിന്ദ് സാർ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കില്ലായിരുന്നോ എന്ന് പറയുന്നു. അതിന് ശേഷം വരുണ് കിഷോറിനിട്ട് തല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ കിഷോർ അതൊക്കെ നിന്ന് കൊള്ളു കേട്ടോ. അപ്പോഴത്തേക്കും രാധികാമ്മയും വരുണിനോട് ഇങ്ങനെ ജയിച്ച ഭാവത്തിൽ നിൽക്കുവാണ് കാണിക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പം ഗോവിന്ദ് സാറിന് കാണിച്ചു കൊടുക്കുമെന്ന് കിഷോർ പറയാം കേട്ടോ വരുണിൻ്റെ അടുത്ത്. അപ്പോഴത്തേക്കും രാധികാമ്മയും വരുണും കൂടെ ഒന്ന് ഞെട്ടുവാണ്. എന്നിട്ട് പറയുന്നത്, ഞാനിത് കൊടുക്കാതിരിക്കണേ നിങ്ങളെനിക്ക് ആ വീഡിയോ അല്ല നിങ്ങളെനിക്ക് ആ പൈസ തരണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഈ തന്നതില്ലേ, എനിക്കിട്ട് നീ തന്നാൽ തല്ല് നീ തിരിച്ചെടുക്കണമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, അതെങ്ങനെയാണ് എടുക്കണേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് വരുണിട്ട് നല്ല അടി വെച്ച് കൊടുക്കുവാണ് കിഷോർ. കിട്ടിയ അടി മുഴുവനായിട്ട് അടിച്ച് കിഷോർ വരുണിനെ അടിക്കും കേട്ടോ. രാധികാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക, ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയുള്ളൂ അവർ, ആ ഒരു അവസ്ഥ. എന്നിട്ട് പറയുന്നുണ്ട്, ലാസ്റ്റ് അടിയൊക്കെ കൊടുത്ത് രണ്ടുപേരും എഴുന്നേറ്റൊക്കെ നിൽക്കുക. അതിന് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വെറുതെ അടി കൂടിയിട്ട് കാര്യമില്ല, നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ പറയാം. എനിക്ക് എന്താണേലും പൈസ കിട്ടേ പറ്റുള്ളൂ എന്നുള്ള കാര്യം തന്നെ കിഷോർ വരുണിൻ്റെയും രാധികാമ്മയുടെയും എടുത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അയ്യപ്പദാസും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറയുന്നത്, എങ്ങനെ ഇതുവരെ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ല, എനിക്ക് അവളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല അയ്യപ്പേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ പറയണം. അവളുടെ ആ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റത്തില്ല. കവികളൊക്കെ പറയുന്നു കണ്ണ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവർ കാവ്യഭാവനയിൽ പറയുന്നു. പക്ഷേ അവളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു തീഷ്ണതയാണ്. എനിക്ക് അവളെ നോക്കി നിന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല, എൻ്റെ ഇഷ്ടമൊന്ന് തുറന്നു പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ അയ്യപ്പനോട് പറയുകയാണ്. അപ്പോൾ അയ്യപ്പദാസ് പറയുന്നുണ്ടെന്ന്, ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാം, ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗോവിന്ദിന് പറ്റില്ല എങ്കിൽ അയ്യപ്പദാസ് ആ ദൗത്യം ഏറ്റെടുക്കാം. അയ്യപ്പദാസ് ഗീതുവിനോട് സംസാരിക്കാം, എന്നിട്ട് ഗീതുവിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം, അപ്പോൾ കുഞ്ഞ് ബാക്കി പറഞ്ഞാൽ മതി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അയ്യപ്പദാസ് ഗീതുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുവാണ്. അവർ സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും രേഖയും ഗീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് രാധികാമ്മയ്ക്ക് ഭയങ്കര കലിപ്പിലാണല്ലോ, എന്താ നിങ്ങൾ തമ്മിലുള്ള എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രേഖ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേ സമയമാണ് അയ്യപ്പദാസ് ചെല്ലുന്നത്. അയ്യപ്പദാസിനെ കാണുമ്പോഴത്തേക്കും ഗീതു ചോദിക്കുന്നത്, എന്താ അയ്യപ്പേട്ടാന്ന് ചോദിക്കുന്നു. അല്ല ഒന്നുമില്ല കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാൻ. എന്ത് കാര്യം അയ്യപ്പേട്ടാന്നൊക്കെ ചോദിച്ചിങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഗീതു ഇങ്ങനെ നോക്കുമ്പോഴേക്കും എങ്ങനെ ഗോവിന്ദ് പറയും, ആ കണ്ണിൽ നോക്കി എങ്ങനെ പറയും, ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്, ദൈവമേ എനിക്കിത് പറയാൻ പറ്റുമെന്ന് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ അയ്യപ്പദാസ് അവിടെ നിന്ന് പതുങ്ങും കേട്ടോ. അയ്യപ്പദാസിൻ്റെ പരിങ്ങൾ കാണുമ്പോൾ ഗീതു ചോദിക്കുക, എന്താ മുഖത്തെന്താ ഒരു മാറ്റം പോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സാമ്പത്തിക പ്രശ്നമുണ്ടോ? ഇല്ല, പിന്നെന്താണ്, മാനസിക പ്രശ്നം? മാനസിക പ്രശ്നമൊന്നും ഞാൻ ഉദ്ദേശിച്ചതേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആണ്, അല്ലാതെ മാനസികമായ എന്തെങ്കിലും ഉണ്ടോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് ഗീതു പറയുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നു, അതൊന്നും അല്ല, പിന്നെന്താണ് പ്രശ്നം, എന്തെങ്കിലും വയ്യായികയാണോ, എന്തെങ്കിലും ശാരീരിക പ്രശ്നമാണോ? അതും അല്ല. അങ്ങനെ അയ്യപ്പദാസ് അവിടെ നിന്ന് ഉരുകുക, ഒന്നും പറയാൻ പറ്റത്തില്ല, ഗീതുവിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അയ്യോ ഗോവിന്ദ് എങ്ങനെ പറയാനാ, എന്നെക്കൊണ്ട് തന്നെ ഇത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അതേസമയം ഗോവിന്ദ് ആകെ ടെൻഷനാട്ടോ, അയ്യപ്പദാസ് എന്തു പറയും, ഇനി എന്തായിരിക്കും പറയണേന്നൊക്കെ വിചാരിച്ച്
അതിന് ആകെ നിന്ന് അവിടെ നിന്ന് പരുങ്ങും. അവിടെ നിന്ന് ഡ്രൈവർ അവിടെ നിന്ന് വണ്ടി കഴുകുന്നുണ്ട്. പക്ഷേ ഡ്രൈവറിനെ ഒന്നും ഗോവിന്ദ് ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഗോവിന്ദൻ്റെ കട്ടയൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, വണ്ടി കഴുകാൻ നോക്കണു. ഡ്രൈവർ ഇന്ന് ഓൾറെഡി വണ്ടി കഴുകുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. അവിടെ വെച്ചേക്കുന്ന തുണിയൊക്കെ എടുത്തും വണ്ടി തുടയ്ക്കണം, തുണിയൊക്കെ എടുത്ത് മുഖം തുടയ്ക്കുന്നു. ആകെ ടെൻഷനാണ് ഗോവിന്ദന്. വിചാരിക്കും ഇനി പോയി ഒന്ന് നോക്കിയാലോ, വേണ്ട ഒളിഞ്ഞു നോട്ടം വളരെ മോശമോ, വേണ്ട. എന്നാലും അവിടെ വരെ ചെല്ലുന്നു, നോക്കാതെ തിരിച്ചു വരുന്നു, മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു. ആകെ ടെൻഷനാട്ടോ ഗോവിന്ദന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവർ വന്ന് ചോദിക്കുക എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഒന്നുമില്ല, അല്ല എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇതെന്നാ വല്ല വട്ടുവാണോ എന്നൊക്കെ ഇങ്ങനെ ഈ ഡ്രൈവർ മനസ്സിൽ വിചാരിക്കുമോ, ഇതിന് വല്ല മാനസിക പ്രശ്നമാണോ എന്നൊക്കെ. അത് കഴിഞ്ഞ് ഡ്രൈവർ വന്ന് ചോദിക്കുക എന്താ പറ്റി. അപ്പോൾ പറഞ്ഞു ഇത് സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അത് ചോദിക്കുക അതെന്തിനാ, അതെ ഒന്നുമില്ല, അതെന്തിനാ ഗോവിന്ദ് സാറ് ഇങ്ങനെ വലിക്കാനാണോ എന്ന് ചോദിക്കുക. അല്ല എനിക്ക് ചെറിയൊരു തലവേദന, അപ്പോൾ അത് വലിച്ച തലവേദനയ്ക്ക് നല്ല ശമനം കിട്ടുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. ഞാൻ വേണം മേടിച്ചിട്ട് വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് പോവുക. അതിന് മുന്നേ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അയ്യപ്പദാസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തെന്ന് ചോദിക്കും. അയാളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമാണെങ്കിലും ചെറിയ പിള്ളേർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമാണെങ്കിലും അത് വലിയ പ്രശ്നമാക്കിക്കൊണ്ടൊക്കെ വരും. ഒരു നിരുപദ്രവകാരിയാണ്. ചില സമയത്ത് ഒരു പ്രയോജനവുമില്ല, ചെറിയ കാര്യം വരെ വലിയ പ്രശ്നമാക്കി പരിഹരിക്കാൻ പറ്റത്തില്ലാത്ത പോലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ കാണിക്കുമെന്ന് പറയുന്നു. ഗോവിന്ദൻ എന്നിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സിഗരറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവർ മേടിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് അത് അയ്യപ്പേട്ടൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഗോവിന്ദന് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കിയേക്കുവാണ്. ഗോവിന്ദന് എന്തോ വലിയ പ്രശ്നമുണ്ട്, അത് ഗീതുവിനോട് ഞാൻ എങ്ങനെ പറയും, എനിക്കിത് പറയണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓരോ ഡയറക്റ്റായിട്ടല്ലാതെ ഇൻഡയറക്റ്റായിട്ടൊക്കെ പറയുന്നുണ്ട് അയ്യപ്പദാസ്. അന്നേരപ്പോഴത്തേക്കും ഗീതു ഞെട്ടുക. ഗീതു ചോദിക്കുവാണ് എന്ത് പറ്റി ഗോവിന്ദേട്ടൻ, എന്താ പറ്റിയ? അത് എനിക്ക് ഗോവിന്ദൻ്റെ കുറച്ച് കാര്യം മോളോട് പറയാനുണ്ട്, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, ഇന്നെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അപ്പം നീ ഗോവിന്ദേട്ടൻ എന്തി? അല്ല പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാനതെങ്ങനെ മോളുടെ അടുത്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പദാസിൻ്റെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് ടെൻഷനാകും. അയ്യോ ഗോവിന്ദൻ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഗീതു എടുത്തേക്കുന്നത്. എന്നാൽ അയ്യപ്പദാസ് ഗോവിന്ദൻ്റെ പ്രണയം തുറന്നു പറയാൻ ഗീതുവിൻ്റെ അടുത്ത് തുറന്നു പറയാൻ ചെന്നതാണ്. എന്നാൽ അയ്യപ്പദാസിനത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കേ.